ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് പതിവിലും ഉപരി ഇന്ന് നമ്മളൊരു ഫ്രെയിം മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ കുറേ മുന്നേ ഉള്ള ഏതോ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ ഇതുപോലെ ഫ്രെയിം മേക്കിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് 3 ഫ്രെയിംസ് വർക്ക് ചെയ്യാണ്ട് 4x4 ഇഞ്ചസിലുള്ള ഒരു ഫ്രെയിമും 6x6 ഇഞ്ചസിലുള്ള 2 ഫ്രെയിംസുമാണ്. അപ്പോൾ ഞാൻ A3 ഷീറ്റിൽ 3 പ്രിൻറ്റിങ്സും ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുമ്പ് എനിക്കിതുപോലെ ഒരു ക്രാഫ്റ്റിൻ്റെ ചാനൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് വലിയ ഗ്രോത്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനതിനെ ചാനൽ പൂട്ടിക്കെട്ടി. പിന്നെ തുടങ്ങിയതാണ് ഈ ഒരു ചാനൽ. അപ്പോൾ അങ്ങനെ ക്രാഫ്റ്റ് വീഡിയോസ് ഇടണമെന്ന് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തായാലും നമ്മൾ ചെയ്യുന്ന വർക്കല്ലേ, അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഏതൊരു ഫ്രെയിം വർക്ക് ചെയ്യുമ്പോഴും നമ്മളതിൻ്റെ ഗ്ലാസ് നല്ലോണം ക്ലീൻ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു കോട്ടൺ ക്ലോത്തിൽ കുറച്ച് വാട്ടർ അപ്ലൈ ചെയ്തിട്ട് 2 വശം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രെയിമിൻ്റെ ഈ ഒരു ബോർഡിൻ്റെ സൈഡിലും നല്ല ഡസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ അവിടെയും ക്ലീൻ ചെയ്തിടാം കേട്ടോ. പിന്നെ നമ്മൾ പ്രിൻറ്റിങ്സ് അതിലേക്ക് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് ബോർഡ് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ ഒരു പോയിൻറ്റ്സ് ഒക്കെ അല്ലേ, അത് നന്നായിട്ട് ടൈറ്റൻ ചെയ്യണം. പിന്നെ നമ്മൾ കൊറിയറൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 4 പുറം കുറച്ച് സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ടൊന്ന് കവർ ചെയ്താൽ ഒന്നും കൂടി സെക്യൂർ ആയിട്ടിരിക്കും കേട്ടോ. എനിക്ക് ഇതുപോലെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നത് എന്താണെന്നറിയില്ല, മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. അതിപ്പോൾ അതിൻ്റെ എഡിറ്റിംഗ് ആയാലും ഇങ്ങനത്തെ അല്ലാത്ത ഫ്രെയിംസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ സ്വന്തം ക്രിയേറ്റിവിറ്റി ആയിട്ട് 3D ഫ്രെയിംസ് ഒക്കെ ചെയ്യില്ലേ, അതൊരു വേറൊരു പ്രത്യേക ഇഷ്ടം തന്നെയാണ്. അപ്പോൾ എന്താണെന്നറിയില്ല, ഇതിൻ്റെ ഒരു പാഷൻ എന്ന് പറയാം. പക്ഷേ എനിക്ക് അങ്ങനെ ഒരുപാട് ഓർഡേഴ്സ് ഒന്നും കിട്ടില്ല. ഇതിപ്പോൾ നമ്മളെ ഫാമിലിയിൽ നിന്ന് തന്നെ കിട്ടുന്ന ഓർഡേഴ്സാണ്. ഒട്ടുമിക്ക എല്ലാവരും ഇപ്പോൾ ഇത് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ അങ്ങനെ ആദ്യമൊക്കെ ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ അധികമൊന്നും ഓർഡേഴ്സ് കിട്ടലില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 6x6 ഇഞ്ചസിലുള്ള ഫ്രെയിമാണ്. അപ്പോൾ ഇതിൻ്റെ എഡിറ്റിംഗ് ഒക്കെ നമുക്കിപ്പോൾ യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഫ്രെയിം എഡിറ്റിംഗ് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നെക്സ്റ്റ് ഫ്രെയിമാണ്. ഇതും 6x6 ഇഞ്ചസാണ്. പക്ഷേ ഇതിൻ്റെ വീതി കുറവാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ആ ഫ്രെയിമിൻ്റെ ബോർഡ്. സോ അതിൻ്റെ വീതി കൂടുന്നതും കുറയുന്നതും അനുസരിച്ചിട്ട് നമ്മൾ ഫ്രെയിംസിൻ്റെ റേറ്റിനും ചേഞ്ച് വരും കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതാണ്. നിങ്ങൾ കസ്റ്റമേഴ്സിനോടൊക്കെ റേറ്റ് പറയുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. എനിക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യാൻ. നിങ്ങൾ ഇതുപോലെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.